6-ാം വയസ്സിൽ കണ്ണൂർ കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിൽ ഉണ്ടായ ബോംബേറിലാണ് അസ്നയ്ക്ക് വലതുകാൽ നഷ്ടമായത്. ആലക്കോട് സ്വദേശിയും ഷാർജയിൽ എഞ്ചിനീയറുമായ നിഖിലാണ് അസ്നയുടെ വരൻ. ഇവർ തമ്മിലുള്ള വിവാഹം അസ്നയ്ക്ക് ബോംബേറിൽ പരിക്കേറ്റ പൂവത്തൂർ സ്കൂളിന് സമീപമുള്ള വീട്ടിലൊരുക്കിയ പന്തലിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിറഞ്ഞ സാന്നിധ്യത്തിൽ നടന്നു. ചെറുവാഞ്ചേരി പൂവത്തൂരിലെ തരശിപ്പറമ്പത്ത് വീട്ടിൽ അസ്ന കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാണ്. 2000 സെപ്റ്റംബർ 27 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിനിടെ എറിഞ്ഞ ബോംബുകളിൽ ഒന്ന് വന്നു പതിച്ചത് പൂവത്തൂർ സ്കൂളിന് സമീപമുള്ള വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന അസ്നയ്ക്ക് നേരെയായിരുന്നു. അന്നുണ്ടായ അപകടത്തിൽ അസ്നയുടെ മാതാവ് ശാന്തയ്ക്കും സഹോദരൻ ആനന്ദിനും പരിക്കേറ്റിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൂവത്തൂർ സ്കൂളിലെ ബൂത്തിലെ തർക്കമാണ് കോൺഗ്രസ് BJP സംഘർഷത്തിലെത്തിയത്. ബൂത്തിന് നേരെ പ്രവർത്തകർ എറിഞ്ഞ ബോംബുകളിലൊന്നാണ് ലക്ഷ്യം തെറ്റി സ്വന്തം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അസ്നയ്ക്ക് നേരെ പതിച്ചത്. അന്ന് അസ്നയ്ക്ക് 6 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായത്. ബോംബേറിൽ അസ്നയുടെ വലത് കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ചികിത്സയ്ക്കിടെ മുട്ടിനു കീഴെ വെച്ച് കാൽ മുറിച്ചു മാറ്റുകയും ചെയ്തു. പിന്നീട് കൃത്രിമക്കാലുമായി വിധിക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ നിശ്ചയദാർഢ്യത്തോടെ അസ്ന വിജയത്തിന്റെ പടികൾ ഓരോന്നായി ചവിട്ടിക്കയറി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും 2013 MBBS നേടി. ഇതിനിടെ സ്വന്തം പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിലും ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു. നിലവിൽ വടകരയിലെ ക്ലിനിക്കൽ ഡോക്ടറാണ് അസ്ന. ബോംബേറ രാഷ്ട്രീയത്തിന്റെ മുറിവുകൾ മാറിയെങ്കിലും സ്വന്തം പിതാവായ നാണുവിന്റെ അസാന്നിധ്യം അസ്നയെ വേദനിപ്പിക്കുന്നുണ്ട്. മകളെ ഡോക്ടറാക്കാൻ താങ്ങും തണലുമായി നിന്നത് ആ പിതാവായിരുന്നു. മകൾ ഡോക്ടറായി കണ്ടെങ്കിലും അവളുടെ വിവാഹത്തിന് മുൻപേ നാണു മരണമടഞ്ഞു. വാരിയെടുത്തുകൊണ്ടാണ് പിതാവ് അസ്നയെ സ്കൂളിൽ എത്തിച്ചിരുന്നത്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞ കുറെ കാലമായി ശാന്തമാണ്. ചെറുവാഞ്ചേരിയുടെ മനസ്സിലും ഇപ്പോൾ പഴയ കാലുഷ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അസ്നയുടെ വിവാഹത്തിന് എല്ലാ പാർട്ടികളിലുള്ളവരും പങ്കെടുത്തു. നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു അസ്നയുടെ വിവാഹം. നിങ്ങളല്ലേ ഈ തട്ടമ്പുറത്തുകാരി ഒന്ന് നോക്കൂ. മനുഷ്യ പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും. മകന്റെ കഴിവുകൾ കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് എന്തുണ്ടായി? ഊതി കാച്ചി പൊന്നെ രണ്ടുപേരും ടിവിയും കണ്ടോണ്ടിരുന്നോ? ഇവളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? എന്റെ മോളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അല്ലേ മോളെ? അതെന്താ മനുഷ്യ, മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഉണ്ടോ? എന്ത് മെഷീനോ? മെഷീനല്ല, പിന്നെ സാക് അക്കാഡമി. സാക്കോ? എന്റെ പൊന്നമ്മേ, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും. ആണോ? അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. എന്നാ മോളെ നമുക്ക് സാക്കിൽ തന്നെ ചേർക്കാം. സാക് ഇനി വേറെ ലെവൽ. ഇനി നമുക്ക് മാറി ചിന്തിക്കാം. സാക് ഇരട്ടി, കൂത്തുപറമ്പ്, ഗുണിക്കുപ്പ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.